കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലിരിപ്പാൻ പ്രാർത്ഥനയ്ക്കായി ചില നിമിഷങ്ങൾ വേർതിരിക്കേണ്ടതിനൊക്കെ ദൈവം കൃപ തന്നു. അല്പസമയം കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ദൈവവചനം നമുക്ക് അല്പമായിട്ട് ഒരു ചില മിനിറ്റുകൾ നമുക്ക് ധ്യാന വിധേയമാക്കാം. ഇന്ന് പകലിൽ നമുക്ക് 23-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 23-ാം സങ്കീർത്തനം വായിക്കാം. ഓരോ വാക്യങ്ങൾ വീതം വായിച്ചാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മളിന്ന് പകലിൽ വായിച്ച് കേൾക്കുവാനായി കഴിഞ്ഞത്. ജനിച്ചു വീഴുന്ന കുട്ടി ആദ്യം പഠിക്കുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. എല്ലാവരും ബൈഹാർട്ടാക്കിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർ, ഒരുപക്ഷെ മുൻപിലിരിക്കുന്ന എല്ലാവരും പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറകിലോട്ടിരിക്കുന്ന എത്ര പേരോട് ചോദിച്ചാൽ കൃത്യമായി കാണാതെ പറയുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരാൾ ഉറപ്പ് തന്നിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്രയ്ക്കും വളരെ പ്രസക്തമായ ഒരു നല്ല സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന്റെ ഗ്രന്ഥകർത്താവ് ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് എഴുതിയ സന്ദർഭം വ്യക്തമല്ല. എങ്കിലും ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വ്യത്യസ്തമായ ചില നിരീക്ഷണങ്ങൾ, ചില ചിന്താഗതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ദാവീദ് ഒരിക്കൽ നാടുകടത്തപ്പെടുവാനിടയായി. ആ പ്രത്യേക സമയത്ത് അദ്ദേഹം ഹോരത്ത് എന്ന് പറയുന്ന മരുഭൂമിയിൽ ചില കാലങ്ങൾ പാർക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായതായി ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം അധ്യായത്തിൽ 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തനം എഴുതി എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് താനും. മാത്രമല്ല, ദാവീദിന്റെ മകനായ അബ്ശാലോം തനിക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ ചില സാഹചര്യങ്ങൾ നാം തിരുവെടുത്തിലൂടെ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ മത്സരമെല്ലാം, അബ്ശാലോം തനിക്കെതിരെയുള്ള മത്സരമെല്ലാം കഴിഞ്ഞു. ദാവീദ് തന്റെ സിംഹാസനത്തിൽ സ്ഥിരപ്പെട്ടു. ആ സന്ദർഭത്തിൽ രംഗമെല്ലാം ഒന്ന് ശാന്തമായപ്പോൾ ദാവീദ് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും ഉറപ്പിച്ച് എഴുതിയതാണെന്ന് വേറെ ചില വ്യക്തികളും അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല, മാത്യു ഹെൻറിയുള്ള, സ്പർജനെ പോലുള്ള അറിയപ്പെടുന്ന പണ്ഡിതന്മാർ പറയപ്പെടുന്നത് അദ്ദേഹം രാജാവാകുന്നതിന് മുൻപ് തന്നെ തന്റെ ജീവിതത്തിന്റെ ആ പൂർവ്വ കാലഘട്ടങ്ങളിൽ, അഥവാ താൻ ആട്ടിടയനായി തന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനം എഴുതി എന്ന് ചിന്തിക്കുന്നതാണ് യുക്തി എന്ന് അവൻ ഈ പറയപ്പെട്ട വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇതിനെയാണ് അധികം പേരും പിന്താങ്ങിയിരിക്കുന്നത് എന്നുള്ള വസ്തുത കൂടെ മുഖവുരയായി ഞാൻ ഓർപ്പിക്കട്ടെ. നാം ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിന്റെ 1-2 വാക്യങ്ങളിൽ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം, ദാവീദ് ദൈവത്തെ എത്രത്തോളം വിശ്വസിച്ചു, എത്രത്തോളം തന്റെ വിശ്വാസത്തെ ദൈവത്തിൽ അദ്ദേഹം പ്രകടമാക്കി, ആ വിശ്വാസം താൻ എങ്ങനെ അപ്ലൈ ചെയ്തു എന്നതിനെ കുറിച്ചാണ് 1-2 വാക്യങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുള്ള കാരണങ്ങളാണ് താഴോട്ടുള്ള വാക്യങ്ങൾ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ. അവൻ സ്തോത്രം, ഒരു ഇടയൻ, ദാവീദ് ഒരു ഇടയനാണ്. ഇടയൻ എന്ന നിലയിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ പരിപാലനം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തന്റെ
ദൈവത്തിൽ വിശ്വസിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നാമത്, ഇടയൻ എന്ന നിലയിൽ ദൈവത്തിൽ നിന്ന് ദാവീദിന് ലഭിച്ച പരിപാലനത്തെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ ശത്രുക്കളുടെ മുൻപിൽ ദൈവത്താൽ തനിക്ക് ലഭിച്ച സംരക്ഷണത്തെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ജീവിതം ടോട്ടലി വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമായിരുന്നു. ഒരു രാജാവായിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പ്രതിസന്ധികൾ അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിനു മുൻപുള്ള തന്റെ ജീവിതവും നിരവധി വെല്ലുവിളികളിലൂടെയാണ് കടന്നു വന്നത്. നിരവധിയായ ശത്രുക്കൾ തനിക്കെതിരായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവെടുത്തിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ ശത്രുക്കളുടെ മുൻപിൽ ദൈവം തന്നെ എങ്ങനെ പരിപാലിച്ചു എന്ന് ഈ സങ്കീർത്തനത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു തരത്തിൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും, ഈ സങ്കീർത്തനത്തിന്റെ 1, 2 വാക്യങ്ങളിൽ ദൈവത്തെ, യഹോവയെ ഇടയനായും, 3, 4 വാക്യങ്ങളിൽ ദൈവത്തെ വഴികാട്ടിയായും, 5, 6 വാക്യങ്ങളിൽ ആതിഥേയനായിട്ടും ചിത്രീകരിച്ചിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഈ സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് ദാവീദിന്റെ ഒരു ഇടയ സങ്കീർത്തനം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ചിലര് ഇതിനെ സങ്കീർത്തനങ്ങളുടെ വാനമ്പാടി പക്ഷി എന്ന് ഇതിനെ പരിഭാഷ ചെയ്തിട്ടുണ്ട്. മറ്റു ചില വേദപണ്ഡിതന്മാർ ഇതിനെ സങ്കീർത്തനങ്ങളുടെ വാനമ്പാടി പക്ഷി എന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒറ്റവാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം, 23-ാം സങ്കീർത്തനം, 150 സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ സങ്കീർത്തനങ്ങളുടെ രാജ്ഞിയാണ് 23-ാം സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വളരെയധികം എല്ലാവരും, ഞാൻ ഓർപ്പിച്ചല്ലോ, അവൻ ആരോട് ചോദിച്ചാലും 23-ാം സങ്കീർത്തനം പറയും. അവൻ സ്തോത്രം ചെയ്യുന്ന അത്രയ്ക്ക് പ്രചാരം നേടിയ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പലവട്ടം പല പ്രസംഗങ്ങളിലും പല പ്രാർത്ഥനകളിലും ആവർത്തിച്ച് അവൻ നമ്മൾ ഉരുവിടുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മള് 22-ാം സങ്കീർത്തനത്തിൽ കണ്ടത് ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തെയാണ്. അതിലൂടെ നമുക്ക് ലഭിച്ച ജീവനെയാണ്. എന്നാൽ 23-ലേക്ക് വരുമ്പോൾ ആത്മാവിനാൽ ദൈവത്തിലൂടെ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹ നിറമാണ് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ഈ സങ്കീർത്തനം എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ സങ്കീർത്തനത്തിനകത്ത് വരച്ച് കാണിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആടുകളുടെ വലിയ ഇടയനായ ക്രിസ്തുവാണ് ഈ സങ്കീർത്തനത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ എന്റെ ഇടയൻ ആകുന്നു. ഇവിടെ ദാവീദ് ദൈവത്തെ തന്റെ ഇടയനായി, തന്നെ നയിക്കുന്നവനായി, തന്നെ പരിപാലിക്കുന്നവനായി, തന്നെ വഴി കാണിക്കുന്നവനായിട്ട് ദാവീദ് എന്ത് ചെയ്യുകയാണ്? ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിവിടെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഇടയൻ എന്ന വാക്ക് ഒരു ആടിനോടുള്ള ബന്ധത്തിൽ ആടിന് ലഭിക്കുന്ന പരിപാലനം, ആടിന് ലഭിക്കുന്ന സ്നേഹം, ആടിന് ലഭിക്കുന്ന കരുതൽ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാക്ക് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പല വെല്ലുവിളികൾ നേരിട്ട മനുഷ്യനാണ്. അവൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളിൽ ഈ നല്ല ഇടയനായ ദൈവം അവൻ തനിക്ക് വേണ്ടി കരുതുവാനിടയായി, തന്നെ സ്നേഹിപ്പാനിടയായി, തന്നെ പരിപാലിപ്പാനിടയായി. അവൻ ഇത്രയധികം ജീവന് ഭീഷണി നേരിട്ട ഒരു രാജാവ് ഒരുപക്ഷെ തിരുവനന്തപുരത്തിൽ ഉണ്ടാകത്തില്ല ദാവീദിനെ പോലെ. എന്നാൽ ദാവീദിനെ എന്റെ ദൈവം അത്ഭുതകരമായി പരിപാലിച്ച രംഗമാണ് 40 ആണ്ടുകൾ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ രാജ്യത്വത്തിനെതിരെ ഭീഷണി ഉയർന്നിട്ടുണ്ട്. അവൻ പല തരത്തിൽ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അവൻ പലരെ മുൻപോട്ട് കടന്നു വന്നിട്ടുണ്ട്. അവൻ സ്വന്തം മകൻ പോലും തനിക്ക് അനുകൂലമായിരുന്നില്ല. അത്തരത്തിലുള്ള വെല്ലുവിളികളുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ പരിപാലനം അനുഭവിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട
ഇന്ന് പകലിലും ആ ദൈവത്തെ ഇടയനായി അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. അവനൊരു നല്ല ഇടയൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആടിനെ സംബന്ധിച്ച് ഒന്നിനെ കുറിച്ച് പരിതപിക്കേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. ആടിനറിയാം, എൻ്റെ ഇടയൻ, എനിക്കൊരു ഇടയനുണ്ട്. അവൻ ഈ ഇടയൻ എന്നെ നടത്തേണ്ട വഴികളെ കൊണ്ടുപോകത്തുള്ളൂ, ഞാൻ പോകേണ്ട പാത മാത്രമേ കാണിച്ചു തരത്തുള്ളൂ. അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ ആ ഇടയൻ ഇഷ്ടമില്ലാത്ത, അവൻ മോശപ്പെട്ട വന്യജീവികൾ നിറഞ്ഞു നിൽക്കുന്ന, ക്രൂരമൃഗങ്ങൾ കടന്നു വരുന്ന, കുന്നുകളും ഗർഭങ്ങളും ഉള്ള അവൻ അത്തരത്തിലുള്ള പാതയിലൂടെ ഒരിക്കലും എന്റെ ഇടയൻ നടത്തത്തില്ലെന്ന് അവൻ സ്തോത്രം നന്നായിട്ട് അവൻ ഈ ആടിനറിയമായിരുന്നു. ദാവീദ് എന്ന് പറയുന്ന ആടിന് തനിക്കറിയാം എനിക്കൊരു ഇടയനുണ്ട്, അവനെ ക്ഷേമകരമായി മാത്രമേ നടത്തുകയുള്ളൂ. ഇന്ന് പകൽക്കാലം അത്തരത്തിലുള്ള ഇടയന്റെ പരിപാലനത്തിന്റെ കീഴിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നമുക്കറിയാം, ഒരു ആടെന്ന് പറയുമ്പോ ഈ ആടിനെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ്. ഒരു പ്രതിസന്ധി വരുമ്പോ അതിനെ പ്രതിരോധിക്കുവാനുള്ള ത്രാണി, അതിനുള്ള ശേഷി ഈ ആടിന് ഇല്ല. ഇത് രാവിലെ ഞാൻ ഇവിടെ വരുമ്പോ ഒരു വ്യക്തി ഒരു കാളയെ അടിച്ചുകൊണ്ട് വരികയാണ്. കാളയാണോ പശുവാണോ? അപ്പോ അതുമായിട്ട് ആ മനുഷ്യൻ അവിടെ മുതൽ ഇതുവരെയും മല്ലിടുകയായിരുന്നു. അതിനെ അത് മുതൽ ഒരു 25 മീറ്റർ ദൂരം കൊണ്ടുവരുവാൻ അദ്ദേഹം അനുഭവിച്ച ത്യാഗം ഭയങ്കരമായിരുന്നു. അതിനെങ്ങോട്ട് വലിക്കുന്നു, അത് അങ്ങോട്ട് വലിക്കുന്നു. ഇവിടെ നിന്ന് കുറച്ചു ദൂരം അങ്ങ് താഴോട്ട് വലിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ആട് ഇതുപോലെ പ്രതിരോധിച്ചു നിൽക്കുവാൻ പ്രാപ്തിയുള്ള ഒരു മൃഗമല്ല. ആട് ഒരു വന്യമൃഗമല്ല, അതൊരു വളർത്തുമൃഗമാണ്. അപ്പോൾ അത് നിസ്സഹായമായ ഒരു ജീവിയാണ്. പ്രതിരോധിക്കുവാനുള്ള യാതൊരു ശക്തിയും അതിനില്ല. ഈ ആട് നമ്മുടെ വീട് വിട്ട് അത് തെറ്റിപ്പോയാൽ അത് പിന്നെ തിരിച്ചു വരുവാൻ വളരെ പാടാണ്. അതേ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരു നായ് അല്ലെങ്കിൽ ഒരു പൂച്ച നിങ്ങൾ 1-2 കിലോമീറ്റർ അപ്പുറം കൊണ്ടിട്ട് പോകും. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടില് ഒരു പൂച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഈ പൂച്ച ഒരു പ്രസവത്തിൽ ഒരു 3-4 എന്ത് ചെയ്തു, അത് പ്രസവിച്ചു. ഇപ്പൊ എല്ലാം കൂടെ നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? എല്ലാം കൂടെ ഒരു ചാക്കിനകത്താക്കി അവിടെ നിന്ന് അതിനെ കൊല്ലാൻ മടിയുണ്ട്, പാവമല്ലേ, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ചാക്കിനകത്താക്കി രാത്രിയില് പനച്ചമൂട് മാർക്കറ്റിനകത്ത് കൊണ്ടുവന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പനച്ചമൂട് മാർക്കറ്റിൽ ഞാൻ വരണമെങ്കിൽ 1.25 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറയും, ഒരാഴ്ച കഴിഞ്ഞ് ഈ പൂച്ച കൂടോടെ ഇവർ 4 പേരുണ്ട്. അതുപോലെ തന്നെയാണ് പട്ടിയെ നമ്മൾ എവിടെ കൊണ്ടുവിട്ടാൽ എന്ത് ചെയ്യും? അത് മണം പിടിച്ച് തിരികെ വരും. ഇറങ്ങി പോകുന്ന വരത്തില്ല, വരണ്ടെന്ന് പറഞ്ഞ് പോകുന്നത് വരത്തില്ല, അതൊക്കെ വീട്ടേയിരിക്കും. പക്ഷെ അല്ലാതെ പൊയ്ക്കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മണം പിടിച്ച് തിരികെ വരുവാൻ കഴിയുന്ന ജീവിയാണ് നായ. എന്നാൽ ഒരാടിനെ സംബന്ധിച്ച് അതല്ല. അത് തെറ്റിപ്പോയാൽ തെറ്റിയത് തന്നെയാണ്. അപ്പോ അതിന് പിന്നെ തിരികെ വരുവാൻ അതിനുള്ള ബുദ്ധിയില്ല, അതിനുള്ള വിവേകം അതിനില്ല. ഇപ്പോൾ തെറ്റിയാൽ കുടുങ്ങുവാൻ, ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുവാൻ, വന്യജീവികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ വളരെ സാധ്യതയുള്ള ഒരു ജീവിയാണ് ആട്. അതുകൊണ്ടാണ് നമ്മള് ഒരു നല്ല ഒരു ഇടയൻ നമുക്കുള്ളപ്പോ, ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുമ്പോ, വേറെ കള്ള ഇടയന്മാരെ കാണുമ്പോൾ അവരുടെ പുറകിൽ പോകുവാനുള്ള ത്വര നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അപ്പോ നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോ അവിടെ ഒരു ആടിനെ നമ്മൾ കാണുന്നുണ്ട്.
ഈ ആടും ഏതോ ഒരു ഇടയന്റെ കീഴിൽ ദീർഘനാൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ അത് മേച്ചൽപ്പുറം തേടി വന്ന സമയത്താണോ അത് മറ്റേതെങ്കിലും സാഹചര്യങ്ങളാലാണോ എന്ന് വ്യക്തമല്ല. ഈ ആട് ഇപ്പോൾ ഒരു വല്ലാത്ത കുരുക്കിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അതിന് പുറത്തു വരുവാൻ കഴിയുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, അവൻ ഈ ആട് തെറ്റിപ്പോയാൽ എവിടെയെങ്കിലും ഒക്കെ ചെന്നെത്തിയും കുരുങ്ങും. ഈ കുരുങ്ങിയ ആടിനെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22 നമ്മൾ വായിക്കുന്നത്. അപ്പോ ആ ആടിനെയാണ് പിന്നത്തേതില് ഇസ്ഹാക്കിന് പകരം കൊണ്ടെടുത്ത് യാഗം കഴിച്ചതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു ആശയത്തിലേക്ക് വരുമ്പോൾ അത് വേറെ നിലയിൽ പോകും. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ആട് അത് കുരുങ്ങി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വേഗത്തിൽ ഇത് കുരുങ്ങും. അവൻ കുരുങ്ങിയാൽ പിന്നെ ഇതുപോലുള്ള ഏതെങ്കിലും അബ്രഹാമാരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അതിനെടുത്ത് എന്ത് ചെയ്യും? അതിനെ കണ്ടം തുണ്ടമാക്കും. അപ്പോ അവൻ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആടുകളാണ്. അവൻ നമ്മെ വട്ടമിട്ട് അവൻ പറക്കുന്ന നിരവധി ദുഷ്ട ജന്തുക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. കള്ള ഇടയന്മാരും നമ്മുടെ ചുറ്റിലും ധാരാളമുണ്ട്. ഇവർ കൃത്യമായും അവൻ നല്ല ഇടയന്റെ വേഷത്തിലാണ് നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത്? രംഗപ്രവേശനം ചെയ്യുന്നത്. പക്ഷേ അകത്ത് ക്രൂരതയാണ്, അകത്ത് വിഷമാണ്. അവൻ സ്വന്തം അവരുടെ മനസ്സിനകത്ത്, അവരുടെ ഹൃദയത്തിനകത്ത് അവർ സ്വരൂപിച്ചു വച്ചിരിക്കുന്ന ചിന്തകൾ വേറെ എന്തൊക്കെയാണ്. അതുകൊണ്ട് അവൻ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു ഇടയനുണ്ട്. അവൻ സ്വന്തം ആ ഇടയൻ നടത്തുന്ന വഴിയെ, ആ ഇടയൻ നടത്തുന്ന പാതയിലൂടെ, ആ ഇടയൻ പറയുന്നതനുസരിച്ച് അവൻ ഏത് വഴിയാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ അത്തരത്തിലുള്ള കിടകളിൽ ചെന്ന് വീഴത്തില്ല. ഇത്തരത്തിലുള്ള കുരുക്കുകൾ ചെന്ന് വീഴത്തില്ല. അവൻ ആരുടെ ഈ കയ്യിൽ കിട്ടാതെ അവൻ അബ്രഹാമിന്റെ കയ്യിൽ കിട്ടിയാൽ അതിനെ കശാപ്പ് ചെയ്യും, അവൻ ഖണ്ഡിച്ചു. അവൻ അത്തരത്തിൽ ചെന്ന് വീഴാതെ അവൻ ദൈവം നമുക്ക് വേണ്ടി നിയമിച്ചാക്കിയ അവൻ ഇടയന്റെ നിർദ്ദേശാനുസരണം പോകുമെങ്കിൽ പച്ചയായ പുൽപ്പുറത്തിൽ നടത്തുവാനായിട്ടിടയാക്കിയിരുന്നു. അതുകൊണ്ട് ആടിനെ സംബന്ധിച്ച് നമുക്കറിയാം, കർത്താവ് നമ്മെ ഇവിടെ ചെന്നായ്ക്കളുടെ നടുവിലാണ് എന്തിരിക്കുന്നത്, ആക്കിയിരിക്കുന്നത്. എങ്ങനെ? കുഞ്ഞാടുകളെ പോലെ ജീവിപ്പാൻ. അവൻ നമ്മുടെ ചുറ്റിലും ചെന്നായ്ക്കളാണ്. കടിച്ചു കീറുവാൻ, നമ്മെ ഹിംസിക്കുവാൻ, ആ ഘോരത്വത്തോടെ, അതിൽ സ്വന്തം ക്രൂരവൃത്തിയോടെ, അത് വൃത്തിയും ചുരുട്ടി നമുക്ക് വിരോധമായി കടന്നു വരുമ്പോ അവൻ സ്തോത്രം ചെയ്യുന്ന അവിടെയെല്ലാം അവൻ നമ്മൾ പല സ്തോത്രം ഒരു കുഞ്ഞാടിനെ പോലെ ഈ ഭൂമിയിൽ പാർക്കുവാനിടയാക്കിയിരുന്നു. അതിൽ സ്തോത്രം ചെയ്യുന്നവരുടെ ദാവീദ് പറയുന്ന ഒരു പദമാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട ഉണ്ടാകുകയില്ല. ഇവിടെ അദ്ദേഹം പറയുന്ന ആ പദം ഞാൻ ഓർപ്പിച്ചല്ലോ. ഒരു ഇടയൻ എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന സ്നേഹം, തനിക്ക് ലഭിക്കുന്ന കരുതൽ, തനിക്ക് ലഭിക്കുന്ന പരിപാലനം, അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ ദാവീദ് ഈ പദം ആവർത്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. താൻ വ്യക്തിപരമായി തന്റെ ദൈവവുമായി തനിക്ക് എന്തുമാത്രം ഒരു ബന്ധമുണ്ടായിരുന്നു, ആഴമേറിയ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ പദം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആഴമായ ദൈവത്തിൽ, അതാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത്. 1-2 വാക്യങ്ങളിൽ ദാവീദ് തന്റെ വിശ്വാസത്തെ, ദൈവത്തിലുള്ള ആശ്രയത്തെ എന്ത് ചെയ്യുകയാണ്? ഉറപ്പിച്ചു പറയുകയാണ്. ദാവീദ് പറഞ്ഞു, എന്റെ ഇടയനാണ്, ഈ ഇടയനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഈ ഇടയൻ എന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയായി എല്ലായ്പ്പോഴും എന്റെ കൂടെ ഇരിക്കണം. ഇസ്രായേലിൽ ഞാൻ രാജാവായെങ്കിൽ ഞാനല്ല കാരണക്കാരൻ, അത് ഈ ഇടയനാണ്. അവൻ എന്നെ ഈ നിലകൾ ഉയർത്തുവാൻ കാരണമായത് ഈ നല്ല ഇടയൻ എന്നോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. അവൻ അതുകൊണ്ട് പറയുന്നത്, അവൻ ഈ ഇടയൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നിനും ഒട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. ആവശ്യങ്ങൾ ഉണ്ടാകും, പക്ഷേ
ആവശ്യങ്ങളുണ്ടായാലും യാതൊന്നിനും മുട്ടുവരുവാൻ, യാതൊന്നിനും കുറവ് വരുവാൻ ഈ ഇടയൻ നമ്മോട് കൂടെ ഉള്ളിടത്തോളം എന്റെ ദൈവം നമ്മെ അതിനായി അനുവദിക്കത്തില്ല. അതിനൊരിക്കല് അഹീമേലെക്കിന്റെ അടുക്കൽ സഹായത്തിനായി ചെന്നതായി ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരിക്കൽ നാബാലിന്റെ അടുക്കൽ മറ്റൊരു സഹായത്തിനായും കടന്നുപോയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഈ സങ്കീർത്തനം രചിക്കുമ്പോൾ പറയുക, അവൻ സ്തോത്രം, അഹീമേലെക്കിനേക്കാൾ, അവൻ നാബാലിന്റെ അടുക്കലുള്ള സഹായത്തെക്കാൾ എനിക്ക് ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് എന്റെ ദൈവത്തിന്റെ സഹായമാണ്. എന്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല, എനിക്ക് ഒരു കുറവും നേരിടത്തില്ല. അവിടുന്ന് ശ്രേഷ്ഠകരമായ നിലകളില്ല. ഈ നല്ല ഇടയൻ എന്നെ നടത്തുവാൻ അവന് ശക്തനെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് എന്നത്ര സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സങ്കീർത്തനത്തിന്റെ മറ്റൊരു ഭാഗത്ത് 34:10 പറയുന്നു, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അന്നു വേണ്ടത് എന്റെ കർത്താവ് അതാത് സമയത്ത് നമുക്ക് തരും. അവൻ ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. എന്റെ ജീവിതത്തിലും അത് തന്നെയാണ്. അവൻ നമുക്ക് ആ സമയത്തിന് മുന്നമേ അവൻ നമ്മൾ ആഗ്രഹിക്കും എങ്ങനെയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷേ ദൈവം എല്ലാം ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് വരുമ്പോൾ, അവൻ സ്വന്തമതിന്റെ അന്ത്യലാഭത്തിൽ വരുമ്പോൾ എന്റെ ദൈവം നമുക്ക് വേണ്ടി കരുതുവാനിടയായിത്തീരും. അതുവരെ നമ്മൾ ചിന്തിക്കും എങ്ങനെ കാര്യം നടക്കും, എങ്ങനെ മുൻപോട്ട് പോകും, അവൻ സ്വന്തം എങ്ങനെ ഞാൻ ഈ പ്രശ്നത്തെ അതിജീവിക്കും, അവർ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടും. പക്ഷേ ആ സമയമാകുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരുതൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയാകും. അതാണ് നല്ല ഇടയൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നോക്കണം, ഈ ഇടയന്റെ പ്രത്യേകത നമ്മൾ പഠിക്കുമ്പോ 40-ാം അധ്യായം യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മറ്റൊരാൾ ഇരിമയാവിന്റെ പ്രവചനം 23-ാം അധ്യായം 4-ാം വാക്യം. ഒരു ഇടയനെ പോലെ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഈ ഇടയന്റെ പ്രത്യേകത ഇതാ. ഈ ഇടയൻ അവന്റെ സ്തോത്രം തന്റെ ആടിനെ എത്തിക്കുമെന്നറിയാമോ? അവനൊരു കൂട്ടത്തോടെ മേയ്ക്കും, കൂട്ടത്തോടെ അതിനെ ഒരുമിച്ച് മേച്ചൽ നൽകും. മാത്രമല്ല, ഈ മേച്ചൽ നൽകുവാൻ കൊണ്ടുപോകുമ്പോ ഇതിൽ കുറച്ച് കുഞ്ഞാടുകളുണ്ട്. ഈ കുഞ്ഞാടുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കുഞ്ഞാടുകളെ അദ്ദേഹം തന്റെ മാർവിലേക്ക് ചേർത്ത് പിടിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കും, അവൻ അത്തരത്തിൽ അവൻ മാർവിടത്തിൽ ഇടയൻ അവൻ ചുമന്നു കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ ധാരാളമായി കണ്ടിരിക്കും. അവൻ സ്തോത്രം, എന്നിട്ട് തള്ളകളെ, അവൻ പ്രായവും പക്വതയുമുള്ളതിനെ, നടക്കുവാൻ പ്രായമുള്ളതിനെ അതിനെ പതുക്കെ നടത്തും. കഠിനമായിട്ടല്ല, കിരാതമായിട്ടല്ല, ക്രൂരമായിട്ടല്ല, വളരെ ശാന്തമായ നിലയിലാണ് അവൻ ഈ ഇടയൻ ഈ ആടുകളെ നടത്തുവാനായിട്ട്. ഇവിടെ നോക്കണം, അവൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സ്തോത്രങ്ങൾ കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് അവൻ സ്വന്തം മാർവിടത്തിൽ ചേർത്ത് പിടിച്ചിട്ട് അവൻ തള്ളകളെ പതുക്കെ അവൻ നടത്തുവാനിടയാക്കിയിരുന്നു. യിരെമ്യാ പ്രവചനത്തിൽ 23:4 നമ്മൾ വായിക്കുന്നു, അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും, ഭ്രമിക്കയില്ല, കാണാതെ പോകുകയുമില്ല. ആര് വയ്ക്കേണ്ടതിന്? തന്റെ ജനമായ ഇസ്രായേലിനെ വയ്ക്കേണ്ടതിന് അവൻ ഞാൻ നല്ല ഇടയന്മാരെ നിയമിച്ചു. അനേക കള്ള ഇടയന്മാർ കയറി വന്നു, അനേക ആടുകളെ നശിപ്പിച്ചു, അനേക ആടുകളെ ഈ ആളുകളിൽ നിന്ന് വേറെ ആളുകളിലേക്ക് വേറെ തൊഴുത്തുകളിൽ കൊണ്ടുകെട്ടി അനേകം മോർപ്പിച്ചു കൊണ്ടുപോയി. സത്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുക, ഞാൻ എന്റെ ജനമായ ഇസ്രായേലിനെ വയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിച്ചു വന്നയാക്കിയിരുന്നു. അതുകൊണ്ട് ആടുകളിൽ നീ പേടിക്കേണ്ടി വരത്തില്ല, ആടുകളിൽ നീ ഭ്രമിക്കേണ്ടി വരത്തില്ല. അവയിൽ ഒന്നുപോലെ കാണാതെ
നിന്റെ ദൈവം ഒരു ഇടയനെ നിയമിച്ചാൽ അവൻ സ്തോത്രം ചെയ്യുന്നു, അവൻ ആടുകൾക്ക് സുരക്ഷിതമായിരിക്കാനായി കഴിയും. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവൻ ഈ ഇടയനെ സംബന്ധിച്ച് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ അവൻ മറുവിലയായി തന്നാണ് അവൻ നമ്മെ ഈ നിലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അവൻ സ്തോത്രം നമ്മുടെ മുൻകാലത്തെ അവസ്ഥ പറഞ്ഞിട്ട് ഇപ്പോൾ നാം എവിടെയായിരിക്കുന്നു എന്ന് പത്രോസ് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവൻ അവരെ മേയിച്ചു, എന്നിട്ട് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ നല്ല ഇടയൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. നമ്മുടെ വേദനകളിൽ, നമ്മുടെ മുറിവുകളിൽ അവിടുന്ന് നല്ല ഔഷധങ്ങൾ പുരട്ടി അവൻ നമ്മെ ശമിപ്പിക്കുവാനിടയാക്കിയും. അതുകൊണ്ട് ഈ നല്ല ഇടയന്റെ പിന്നിൽ മാത്രം അവൻ നമ്മൾ അനുഗമിക്കണം. അവൻ സ്തോത്രം സമയം വളരെ മുൻപോട്ട് പോയിരിക്കുകയാണ്. എഹെസ്കേൽ പ്രവചനം 34:11 നമ്മൾ വായിക്കുമ്പോൾ ഞാൻ എന്റെ ആടുകളെ തിരഞ്ഞു നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 80:1 ആട്ടിൻകൂട്ടത്തിൽ പോലെ ജോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളുന്നവേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കണം, ഇവിടെ ഇല്ല. നല്ല ഇടയനായ ദൈവത്തെ ശ്രേഷ്ഠകരമായ നിലകളിലാണ് ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. അവൻ സ്തോത്രം. ഈ ഇടയന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. നമ്മൾ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വിശ്വപ്രസിദ്ധമായ ഒരു അധ്യായമല്ലോ, നമുക്കറിയാം. അവൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ അവൻ ചുങ്കക്കാരും ഭാവികളും തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും പിറകൊടുത്തപ്പോൾ പരാതിപ്പെട്ടപ്പോൾ അവൻ കർത്താവ് ഒരു ഉപമ അവരോട് പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ ഉപമയിൽ ആ ഇടയന്റെ പ്രത്യേകമായ പരിപാലനം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. വായിച്ചാട്ട് 3, 4, 5 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. അതിൽ ഒന്ന് കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടത്താതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് സന്തോഷിപ്പിൻ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ യേശു പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞ ഒരു പാരബിളാണ്, ഒരു ഉപമയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. യേശു പാപികളെ കൈക്കൊള്ളുന്നു, ചുങ്കക്കാരെ സ്വീകരിക്കുന്നു, അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ അവരോടുകൂടെയുള്ള സഹവർത്തിത്വത്തിൽ ഏർപ്പെടുന്നു. ഇത് കണ്ട അസൂയാലുക്കളായ പരീശന്മാരും ശാസ്ത്രിമാരും പുറത്തുപുറക്കുന്നു. അപ്പോ യേശു ഒരു ഉപമ പറഞ്ഞു. നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ നിങ്ങൾ അന്വേഷിച്ചു പോകത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് ഇവിടെ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ഈ ഇടയന്റെ പ്രത്യേകത. അവൻ നിങ്ങൾക്ക് 100 ആടുണ്ട്. 100 ആട് നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഈ 100 നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അവൻ കാണാതെ പോകുന്നതിനെ അവൻ തിരഞ്ഞു രക്ഷിപ്പാനല്ലേ മനുഷ്യപുത്രൻ വന്നത് എന്ന് തിരുവനന്തപുരം പോലെ ഈ നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി അവരെ കണ്ടെത്തുന്നവരെ അന്വേഷിക്കുന്നവരാണ് നമ്മുടെ നല്ല ഇടയനായ യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയൻ. അന്വേഷിക്കുവാനുള്ള കാരണം
ആ ആടിനോടുള്ള ഇടയന്റെ സ്നേഹം ഈ 99 ആടുകളെ പോലെ ആ നഷ്ടപ്പെട്ട ആടിനെയും ഇടയൻ സ്നേഹിക്കുന്നു. അവനെ കൈവിടുവാൻ ഇടയൻ അല്പം പോലും ഇഷ്ടമില്ല. ഈ 99 ആടിനോട് കൂടെ ആ നഷ്ടപ്പെട്ട ആടുമുണ്ടാകണം എന്നാണ് ഈ ഇടയന്റെ ആഗ്രഹം. അവൻ സ്തോത്രം ചെയ്യുന്ന ദൈവൻ ആ പ്രത്യേകമായ സ്നേഹമാണ് ആ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിക്കുവാനായി ഈ ഇടയനെ പ്രേരിപ്പിക്കുന്ന അടുത്ത ഘടകം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഇടയൻ അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവൻ അതിനെ കണ്ടെത്തുന്നതുവരെയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. കണ്ടെത്തുന്നതുവരെയും അവൻ എവിടെയാണോ അവൻ പ്രിയ ദൈവത്തിന്റെ പൈതൽ പലവട്ടം നമ്മൾ നഷ്ടപ്പെട്ടു, പലവട്ടം നമ്മൾ ദൈവത്തിന്റെ വഴി വിട്ടുപോയി, പ്രമാണങ്ങൾ നമ്മൾ ലംഘിച്ചു, എങ്കിലും ആ ദൈവസ്നേഹം നമ്മുടെ അടുക്കലേക്ക് നമ്മെ അന്വേഷിച്ചു വരുവാനിടയായി എന്നെയും നിങ്ങളെയും കണ്ടെത്തി അവിടെ നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിലാക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഈ കണ്ടുകിട്ടിയ ആടിനെ ഇവിടെ എന്ത് ചെയ്യും? എടുക്കും. എവിടെയാ? തോളിൽ. പ്രൈസ് ദി ലോർഡ്. എന്റെ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും സന്തോഷിക്കണമെന്ന് പറഞ്ഞ് ഉല്ലാസത്തോടെയാണ് ആടിനെ തോളിൽ ചുമന്നുകൊണ്ട് ഇടയൻ വരുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയ പിതാമാമൻ, സ്വതന്ത്രമാതാക്കളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, അവൻ വചനത്തിൽ അവൻ ദൈവനാമത്തിൽ പറയട്ടെ, എന്നെയും നിന്നെയും ചുമക്കുന്നതിന് നല്ല ഇടയനുണ്ട് കേട്ടോ. അവൻ ഇവിടുത്തെ ഇടയന്മാരെ ആരും നമ്മെ ചുമക്കത്തില്ല, എന്നാൽ നമ്മെ ചുമക്കുന്നതിന് അപ്പുറമുണ്ട് ഒരു നല്ല ഇടയൻ എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ ദൈവസഭയുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിനക്ക് ഭാരം വരുമ്പോ, അവൻ നീ ക്ഷീണിക്കുമ്പോ, അവൻ നീ തളരുമ്പോ, മറ്റേ രീതികൾ കടിച്ചു കയറുവാൻ വരുമ്പോ അവൻ എടുക്കുന്ന അവൻ പതിനിക്കാതെ സൂക്ഷിക്കുന്ന ഒരു നല്ല ഇടയനുണ്ടെന്ന് മറന്നു പോകണ്ട. ഹല്ലേലൂയ. ഈ ആടിനെ ഈ ഇടയൻ തോളിലെടുത്തിട്ട് എന്ത് ചെയ്യുകയാ? എവിടെയെങ്കിലും ഏതെങ്കിലും സത്രത്തിലാണോ ഉപേക്ഷിക്കുന്നത്? എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് വരികയാണോ? അല്ല, മറിച്ച് പിന്നെ വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റേതെങ്കിലും സുരക്ഷിത സ്ഥാനത്ത് ആക്കുകയല്ല ചെയ്യുന്നത്. ഈ ആടിനെ തന്റെ ചുമലിൽ വഹിച്ച് അവൻ തന്റെ വീട്ടിലേക്ക്, തന്റെ ആളുകളിലേക്ക്, തന്റെ പതിപ്പിലേക്ക് ഈ നല്ല ഇടയൻ നടത്തുവാനിടയായിത്തീരുന്നു. അവൻ ഇന്ന് പകൽക്കാലം ഓർപ്പിച്ച എന്റെ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടെത്തി അവനവനെ ഭാവി വഴിയിൽ ഇട്ടച്ചു പോകത്തില്ല, മറ്റാരുടെയും കരകളിൽ ഏൽപ്പിക്കത്തില്ല. വീട്ടിൽ ചെന്നെത്തുന്നതുവരെ, നമ്മുടെ തൊഴുത്തിൽ ചെന്ന് ചേർക്കാറുള്ളതുവരെ അവൻ കരം പിടിച്ചു നടത്തുക. അവൻ പരിചയത്തരായ എല്ലാ സവിശേഷതയുമുള്ള ഒരു നല്ല ഇടയൻ നമുക്കുള്ളതിനാൽ ആ ദൈവ കരങ്ങളിൽ അവരെ കേൾപ്പിക്കാം. ദാവീദ് പറയുകയാ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. അവൻ സ്വന്തത്തിന്റെ മകൾക്കാലം എത്രവർക്ക് പറയുവാൻ കഴിയും? ഈ ദൈവം എന്റെ ഇടയനാണ്, അത് എന്റെ ഇടയനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തെ ഇടയന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവൻ നമ്മുടെ എല്ലാ കണ്ണുകളും അടയട്ടെ. അവൻ സ്വന്തം ഈ ഇടയൻ, അവൻ നമ്മുടെ അവൻ ഇടയനായിരുന്നാൽ ഇവിടെ ഭാവിയിൽ പറയുക, വിശ്രമത്തിന് നിനക്ക് മുട്ടുണ്ടാകത്തില്ല. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മെ കിടത്തുവാനിടയാക്കിയിരുന്നു. അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ നമ്മുടെ സാക്ഷ്യത്തിന്, അവൻ സ്തോത്രം നമ്മുടെ സൗഖ്യത്തിന് ഗുണമുണ്ടാകത്തില്ല. അവൻ നമ്മുടെ പ്രാണനെ തടിപ്പിക്കുവാനിടയാകും. അവൻ നമ്മുടെ നടത്തിപ്പിന് ഗുണമുണ്ടാകത്തില്ല. അവൻ തിരുനാമ നിമിത്തം നീതിപാതകളിൽ അവൻ നിങ്ങളെ നടത്തുവാനിടയാകും. അവൻ നമ്മുടെ സഹിത്വത്തിന് ഗുണമുണ്ടാകത്തില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മുടെ ആശ്വാസത്തിന് കുറവുണ്ടാകത്തില്ല. അത് നമ്മുടെ വഴിയും കുഴലും അത് നമ്മെ ആശ്വസിപ്പിക്കുവാനിടയാകുന്നു.